ഈ ഫോട്ടോയിൽ കാണുന്ന ആരും ജീവനോടെ ഇല്ല അല്ലെ? എല്ലാരും സ്വന്തം ജീവൻ സ്വമേധയാ എടുത്ത ആൾക്കാരാണ്. എന്നാൽ ഇവരൊക്കെ കെട്ടിച്ചു വിടുന്ന സമയത്ത് സ്വർണ്ണമോ പൈസയോ കൊടുക്കുന്നതിന് എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ? ഒരിക്കലും എല്ലാരും കൈ നിറച്ച് സ്വർണവും പൈസയായിട്ട് കയറി ചെന്ന ആൾക്കാരാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവർക്കൊക്കെ ഇങ്ങനെ ജീവൻ സ്വയം എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവുക? ഇവരൊക്കെ മരിച്ചതിന് ശേഷം വീട്ടുകാരിരുന്ന് പറയുന്നത് നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. എന്റെ മോൾക്ക് അവിടെ ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു, ഇങ്ങനെ ഉപദ്രവിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഉപദ്രവിക്കുന്നതിന്റെ എന്നൊക്കെ. ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കും ഇവര് വിളിച്ചു കൊണ്ടുപോവാതിരുന്നത് സ്വന്തം വീട്ടിലോട്ട്? മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളൊക്കെ പെൺമക്കളെ കെട്ടിച്ചു വിടുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പൊതുവെ എല്ലാവരും പറഞ്ഞു കൊടുക്കാറുള്ള കാര്യങ്ങൾ അവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണെങ്കിലും അത് സഹിച്ച് ക്ഷമിച്ച് നിൽക്കണം, നമ്മൾക്കറിയാത്ത സാഹചര്യമാണ്, അതിനോട് പൊരുത്തപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനോട് കൂടെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും നിങ്ങൾക്ക് മുമ്പിൽ ഈ വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കൂല. നിങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു പോരാം. ഈ വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരിക്കലും അടയൂല എന്നുള്ളൊരു ഉറപ്പ് ഓരോ പെൺകുട്ടികൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും നമ്മളെ നാട്ടിലുണ്ടാവില്ലായിരുന്നു. നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട്, കല്യാണം കഴിഞ്ഞ് ഒഴിവായി വന്നിരുന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ കുടുംബക്കാരെ മുമ്പിൽ എങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ അവര് ചോദിക്കൂലേ ഒഴിവായി വന്നോ എന്ന് ചോദിക്കൂലേ, അല്ലെങ്കിൽ അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്ന് വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ വീട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ട്, കാരണം മരിച്ച ഷൈനിയുടെ കേസ് അങ്ങനെയായിരുന്നു, വീട്ടുകാർ പോലും സപ്പോർട്ടില്ലായിരുന്നു അല്ലെ? ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ മരിച്ചതിന് ശേഷം അവരെ ഓർത്ത് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്റെ മോൾക്ക് അങ്ങനത്തെ സാഹചര്യമായിരുന്നു, ഇങ്ങനെ കുറെ ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നതിന് പകരം ആ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ നമ്മളെ മക്കളെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വിളിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിനി ഇരുന്ന് കരയാനുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. നമുക്ക് പറ്റുന്നില്ല, നമുക്ക് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ മരിച്ചിട്ടല്ല അതിനെ നേരിടേണ്ടത്, നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള ന്യൂസ് ഒരു അച്ഛനും ഒരു അമ്മയ്ക്കും അല്ലെങ്കിൽ ഒരു ഉമ്മാക്കും വാപ്പാക്കൊന്നും ഇങ്ങനെ വന്നിരുന്ന് കരയാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ.